നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ സിൻസോ ജോസഫ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു ഡയമെൻഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഒരു ഡയമെൻഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിളുടെ ഒരു ലെങ്ത്ത് ഞാനിവിടെ ഒരു ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു 50 ആയി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡയമെൻഷൻ സ്റ്റൈലിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നതിൻ്റെ ഒരു ആരോ ഹെഡ് സ്റ്റൈൽ ഉണ്ട്, അതുപോലെ തന്നെ ലൈൻസിൻ്റെ സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയ സ്റ്റൈൽസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മളതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ സ്റ്റൈലിലേക്ക് പോകാനായിട്ട് നമുക്ക് ഡയമെൻഷൻസിൽ ഇവിടെ ഡയമെൻഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമാറ്റിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ തന്നെ ഡയമെൻഷൻ സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, ഇതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് കീ എന്ന് പറയുന്നത് D ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ D എന്ന് എൻ്റർ ചെയ്താലും ഈ ഡയമെൻഷൻ സ്റ്റൈൽ കിട്ടും. ഇപ്പോൾ ഡയമെൻഷൻ സ്റ്റൈൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇവിടെ നമുക്ക് കിടക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ISO 25 എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ്. അപ്പോൾ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ആയിരിക്കാം, സ്റ്റാൻഡേർഡ് സ്റ്റൈൽ എന്നുള്ള രീതിയിലും കിടക്കാം. ഇനി നമുക്ക് വരുന്ന ഇവിടെ ഒരു സെറ്റ് കറണ്ട്, ന്യൂ, മോഡിഫൈ, ഓവർ റൈഡ്, കമ്പയർ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു 5 ഓപ്ഷൻസാണ് മെയിനായിട്ട് നമുക്ക് ഡയമെൻഷൻ സ്റ്റൈൽ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിൽ വരുന്നത്, ഈ ഒരു വിൻഡോയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതുതായിട്ടൊരു സ്റ്റൈൽ നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. മോഡിഫൈ മീൻസ് വൺസ് ഓൾറെഡി നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മോഡിഫൈ ചെയ്യാം. സെറ്റ് കറണ്ട് മീൻസ് ഒന്നിൽ കൂടുതൽ സ്റ്റൈൽസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഏതെങ്കിലും ഒന്നിനെ കറണ്ട് ആക്കാം, സെറ്റ് കറണ്ട് ചെയ്യാം. ഓക്കെ, ഓവർ റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഒരു സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് അത്യാവശ്യം ചില ഓപ്ഷൻസും കൂടി നമുക്ക് ഓവർ റൈഡ് ചെയ്യാനായിട്ട്. കമ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 സ്റ്റൈൽസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യാം, എന്തൊക്കെയാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു സ്റ്റൈൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ സപ്പോസ് 01 എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്തു. സ്റ്റാർട്ട് വിത്ത് ISO 25. ദെൻ ഇവിടെ കണ്ടിന്യൂ പറയാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ ഡയമെൻഷൻ സ്റ്റൈൽ നമ്മൾ കൊടുത്ത പേരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ടാബ്സ് ഇവിടെ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടാബ് ലയൻസ് എന്ന് പറഞ്ഞ ടാബ്, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾസ് ആൻഡ് ആരോസ്, ടെക്സ്റ്റ്, ദെൻ ഫിറ്റ്, അതുപോലെ തന്നെ പ്രൈമറി യൂണിറ്റ്സ്, ആൾട്ടർനേറ്റ് യൂണിറ്റ്സ്, ടോളറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്ന ഓപ്ഷൻസ്, അതായത് ഓരോരോ ടാബ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ലയൻസ് എന്ന് പറഞ്ഞ ഒരു ടാബാണ്. അപ്പോൾ ഡയമെൻഷൻസിൻ്റെ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ലൈൻസാണുള്ളത്. ഒന്ന് ഡയമെൻഷൻ ലൈൻസും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈൻസും, ഇങ്ങനെ 2 ടൈപ്പ് ലൈൻസാണുള്ളത്. ഇപ്പോൾ ഡയമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഇപ്പോൾ ഇത് ഓക്കെ പറഞ്ഞു, ഇത് ക്ലോസ് ചെയ്യണം. ഇതിനാണ് നമ്മൾ ഡയമെൻഷൻ ലൈൻ എന്ന് പറയുക. ഈ ആരോ ഹെഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ, ഇതിനാണ് ഡയമെൻഷൻ ലൈൻ എന്ന് പറയുക. ഇതിനെ നമ്മൾ പറയുക എക്സ്റ്റൻഷൻ ലൈൻ, ഈ 2 ലൈൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഡയമെൻഷൻ സ്റ്റൈലിലേക്ക് വന്നു. ഈ ബാർ ജസ്റ്റ് ഒന്നങ്ങോട്ട് നീക്കി വെച്ചു, മോഡിഫൈ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, വൺസ് ഞാൻ ഓരോന്ന് ചെയ്തിട്ടുണ്ട്, അതിനെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം. സോ മോഡിഫൈ എടുത്തു. ഇപ്പോൾ ലൈൻസ് എന്ന് പറഞ്ഞൊരു ടാബിൽ തന്നെ നിന്നു. അപ്പോൾ ഡയമെൻഷൻ ലൈനിന് നമുക്ക് എന്തൊക്കെ സ്റ്റൈലിൽ നമുക്ക് എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഡയമെൻഷൻ ലൈനിന് എനിക്കൊരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ലൈൻ്റെ ഉണ്ടല്ലോ, ഇവിടെ കളറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലൈൻ ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ലൈൻ വെയിറ്റ് ചേഞ്ച് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് എക്സ്റ്റെൻഡ് ബിയോണ്ട് ടിക്സും അതുപോലെ തന്നെ ബേസ് ലൈന്, തന്നെ സപ്രസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ലൈൻസിൽ വരുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഡയമെൻഷൻ ലൈനിന് നമുക്കൊരു കളർ വേണമെങ്കിൽ കളർ ഇതിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഏത് കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സെലക്ട് കളർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കളർ വിൻഡോ കിട്ടും, അതിൽ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഡയമെൻഷൻ ലൈന് സപ്പോസ് ഞാനിവിടെ റെഡ് കളർ കൊടുത്തെന്ന് വെച്ചോളൂ. കണ്ടോ, ഇവിടെ നിങ്ങൾക്കിവിടെ പ്രിവ്യൂ കാണാൻ പറ്റും ഡയമെൻഷൻ ലൈൻ്റെ കളർ. കണ്ടോ, അപ്പോൾ ആ വിത്ത് ആ ഒരു ആരോഹെഡ് അടക്കം അതിൻ്റെ ഒരു കളർ നമുക്കിവിടെ ചേഞ്ച് ആയി കിട്ടും. അതാണ് ഡയമെൻഷൻ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കിവിടെ അപ്ഡേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ ഓക്കെ പറഞ്ഞു, ഇവിടെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഇതിലേക്ക് എന്താണ് ഇത് ചേഞ്ചസ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റൈല് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ചെയ്തു വെച്ചൊരു ഡയമെൻഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡയമെൻഷൻസിലേക്ക് അല്ലെങ്കിൽ ഡയമെൻഷൻ സ്റ്റൈലിലേക്ക് നമുക്ക് ഈ ഒരു ഡയമെൻഷൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈലിനെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെറ്റ് കറണ്ട്, ഇതിനെ കറണ്ട് സ്റ്റൈലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. ദെൻ ക്ലോസ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിവിടെ ഡയമെൻഷൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ അപ്ഡേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയമെൻഷനെ സെലക്ട് ചെയ്യുക. ഈ ഡയമെൻഷനല്ല, നമുക്ക് ഏതിനൊക്കെയാണ് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതെല്ലാം സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ആ ഒരു കളർ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അടുത്തത് ഇവിടെ സെലക്ട് ചെയ്തു, വൺ തന്നെ മോഡിഫൈ. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനൊരു ലൈൻ ടൈപ്പ് കൊടുക്കുകയാണ്. ഇതിന് നമുക്കൊരു ലൈൻ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലൈൻ ടൈപ്പ് ലോഡ് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈൻ ടൈപ്പ് കൊടുക്കാം. അപ്പോൾ നോർമലി നമ്മൾ എന്തായാലും ഇതിന് സ്ട്രേറ്റ് ലൈൻ തന്നെ കൊടുക്കാറ്, കണ്ടിന്യൂസ് ലൈനായിട്ട് നമ്മൾ കൊടുക്കാറ്, അല്ലാതെ എന്താ പറയുക ഹിഡൻ ലൈനോ അല്ലെങ്കിൽ നമുക്ക് ഡോട്ടർ ലൈൻസ് ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ ഓക്കെ പറഞ്ഞ് നമുക്കിത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് വരും. അതല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അതിൽ ലൈൻ ടൈപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലൈൻ ടൈപ്പ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ സപ്പോസ് ഞാനത് ഹിഡൻ കൊടുത്തു, ഓക്കെ പറഞ്ഞു, ഇവിടെ ഞാൻ ഹിഡൻ സെലക്ട് ചെയ്തു, ഇവിടെ ഓക്കെ പറഞ്ഞു, ദെൻ ഇവിടെ ഓക്കെ പറഞ്ഞു, ദെൻ ക്ലോസ് ചെയ്തു കണ്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഹിഡൻ ആയിട്ട് വരും. ബാക്കി ഇതിൻ്റെ എന്താ പറയുക മീൻസ് നമുക്ക് ഈ ഒരു ഡാഷ്ഡ് ലൈനിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ലൈൻ ടൈപ്പ് സ്കെയിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. LTS, അപ്പോൾ LTSൽ നമുക്ക് വേണമെങ്കിൽ ഒരു 0.5 അതല്ലെങ്കിൽ 3 ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹിഡൻ ആ ഒരു ലൈൻ ടൈപ്പിൻ്റെ നമുക്ക് സ്റ്റൈൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ സ്റ്റൈലല്ല സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ലൈൻ ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ ഇതെല്ലാം തന്നെ കണ്ടിന്യൂസ് ലൈനാണ് കൊടുക്കാറ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ലൈൻ വെയിറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ ലൈൻ വെയിറ്റ് കൊടുക്കാം. ഇപ്പോൾ ലൈൻ വെയിറ്റ് വേണമെങ്കിൽ ലൈൻ വെയിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് ബൈ ലെയർ തന്നെ കൊടുക്കുന്നു. അതല്ല നിങ്ങൾക്ക് ലൈൻ വെയിറ്റ് വേണമെങ്കിൽ ലൈൻ വെയിറ്റ് കൊടുക്കാം. അതിനിവിടെ ഓക്കെ പറയാം, ക്ലോസ് ചെയ്യാം. ദെൻ ഇവിടെ നമുക്കിവിടെ ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ ഒക്കെ നമ്മളത് ഓണാക്കി വെക്കണം. എത്രയൊക്കെയാണ് നമുക്കിവിടെ ലൈൻ വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലൈൻ വെയിറ്റ് ഡിസ്പ്ലേ നമ്മളത് ഓണാക്കി വെക്കണം. ഓണാക്കിയാൽ മാത്രമായിരിക്കും ഇതിവിടെ ഡിസ്പ്ലേ ആവുള്ളൂ. ഓക്കെ, വീണ്ടും ഞാൻ ഡയമെൻഷൻസിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ലൈൻ വെയിറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ബൈ ലെയർ കൊടുക്കുക, ഓക്കെ പറയാം, ക്ലോസ് ചെയ്താൽ അതിനനുസരിച്ച് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് കാണാം. ഇനി അടുത്തത് നമുക്ക് ഇതിൽ വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കളർ പറഞ്ഞു, ലൈൻ ടൈപ്പ് പറഞ്ഞു, ലൈൻ വെയിറ്റ്, ഇങ്ങനെ ഈ 3 എന്താ പറയുക പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിൽ കൊടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമുക്കിവിടെ എക്സ്റ്റെൻഡ് ബിയോണ്ട് ടിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. എക്സ്റ്റെൻഡ് ബിയോണ്ട് ടിക്സ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഇത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോ ഹെഡ് സ്റ്റൈൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആർക്കിടെക്ചറൽ ടിക്ക് എന്നാക്കി നമ്മൾ മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾസ് ആൻഡ് ആരോസിൽ പോകണം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ക്ലോസ്ഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ആർക്കിടെക്ചറൽ ടിക്ക് എന്നുള്ളൊരു ആരോ ഹെഡ് നമ്മൾ ചൂസ് ചെയ്യണം. ഇനി നമ്മൾ ലൈൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ബിയോണ്ട് ടിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 0 ആണ് നിൽക്കുന്നത്. എന്താണ് സംഭവം നമുക്ക് നോക്കാം. ഓക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ എക്സ്റ്റൻഷൻ ലൈൻ കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു ടിക്ക് ഉണ്ട് അല്ലേ, ഈ ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് കണ്ടോ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള 2 തിക്ക് ലൈൻ വന്നിട്ടുണ്ട്. അതിനാണ് ടിക്ക് മാർക്ക് പറയുന്നത്, ആ ഒരു ആർക്കിടെക്ചറൽ ടിക്ക് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡയമെൻഷൻ ലൈൻ പുറത്തേക്ക് വന്നിട്ടില്ല അല്ലേ, കറക്റ്റ് ആ ലൈനിൽ അലൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടയോ അതാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വാല്യൂ നമുക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ സപ്പോസ് എനിക്കൊരു 1 ആണ് വേണ്ടെങ്കിൽ 1 കൊടുക്കുക, ഞാനിവിടെ ഓക്കെ പറയാം, ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ കുറച്ച് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ കുറച്ചുകൂടി വലിയൊരു വാല്യൂ നമുക്ക് കൊടുത്തു നോക്കാം. ഇതിനൊന്നുകൂടി മോഡിഫൈ ചെയ്തു, ഞാനിപ്പോൾ ഒരു 4 കൊടുത്തു വെച്ചോളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ലെങ്കിലും. അത് ഈ പറഞ്ഞ ആർക്കിടെക്ചറൽ ടിക്ക് ആണെങ്കിൽ മാത്രമായിരിക്കും ഇതിവിടെ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പഴയ പോലെ നമുക്ക് ക്ലോസ്ഡ് ഫിൽ ആക്കണമെങ്കിൽ വീണ്ടും സിമ്പിൾസ് ആൻഡ് ആരോസിൽ പോയി ഞാൻ ഇവിടെ ക്ലോസ്ഡ് ഫില്ല് കൊടുത്തു. വീണ്ടും ലൈൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഇതുപോലെ തന്നെ എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കില്ല. ഇനി വരുന്നത് ബേസ് ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ബേസ് ലൈൻ സ്പേസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസ് ലൈൻ ഡയമെൻഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആ ഒരു ബേസ് ലൈൻ ഡയമെൻഷൻസിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്പേസിംഗ് വാല്യൂ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 3.75 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഡയമെൻഷൻ ഇവിടെ ചെയ്യുകയാണ്. ഡയമെൻഷൻ എടുത്തു, ഇവിടെ ബേസ് ലൈൻ ജസ്റ്റ് നമ്മളൊന്ന് ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ബേസ് ലൈൻ എടുക്കുമ്പോൾ കണ്ടോ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ അഡ്ജസ്റ്റൻ ഡയമെൻഷൻസ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഇത് ഇപ്പോൾ കിടക്കുന്നത് 3.75 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലീനിയർ ഡയമെൻഷൻ തലക്കാർ ഇവിടെ ചെയ്യണം. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻസിൽ പോയിട്ട് ഇവിടെ മോഡിഫൈയിലൂടെ ബേസ് ലൈൻ സ്പേസിംഗ് ഇവിടെ 3.75 എന്ന് പറഞ്ഞാൽ ഞാനൊരു 7 കൊടുത്തു വെച്ചോളൂ. ഇനി ഞാനിവിടെ ഓക്കെ പറഞ്ഞു. ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയമെൻഷൻസിലേക്ക് ഇത് അപ്ഡേറ്റ് ആവില്ല. കണ്ടോ ഇതിലിപ്പോൾ ചേഞ്ച് ആയിട്ടില്ല നോക്കി. അതേസമയം നമ്മൾ പുതിയത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പുതിയത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബേസ് ലൈൻ എടുത്തു. ബേസ് ലൈൻ എടുത്തിട്ട് കണ്ടോ
ഇനി ഞാനൊരു ബേസ് ലൈൻ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ആ ഒരു സ്പേസിങ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 7 ആയിട്ടുണ്ട്, ഇത് 3.75 ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൽ ബേസ് ലൈൻ സ്പേസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ ബേസ് ലൈൻ സ്പേസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സപ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സപ്രസ് ഡയമെൻഷൻ ലൈൻ 1, ഡയമെൻഷൻ ലൈൻ 2. അപ്പോൾ ഇത് മെയിൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡായിട്ട് അല്ലേ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഈ ഒരു ഡയമെൻഷൻ ലൈനിനെ. സപ്പോസ് ഞാൻ ഡയമെൻഷൻ ലൈൻ 1 സപ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് കണ്ടോ സപ്രസ് ആയി, ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ്. അത് നമ്മൾ ഏത് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്യുക അതിൻ്റെ ബേസിട്ട് മാറും. ഇനി ഡയമെൻഷൻ ലൈൻ 2 എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ലൈനേ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഡയമെൻഷൻ ലൈൻ 1 സപ്രസ് ചെയ്യുകയാണ്, ഓക്കെ പറഞ്ഞു, ജസ്റ്റ് ക്ലോസ് ചെയ്യുക കണ്ടോ. അപ്പോൾ ലെഫ്റ്റിലേക്കുള്ള ഈ ഒരു പോർഷൻ സപ്രസ് ആയിട്ടുണ്ട്. എഗൈൻ എനിക്ക് ഡയമെൻഷൻ ലൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ, ടോട്ടലി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം, ദെൻ ഓക്കെ പറയാം, ക്ലോസ് ചെയ്യാം. കണ്ടോ, അത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതിനെ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി, ഓഫ് ചെയ്യാം, മീൻസ് ചെക്ക് ബോക്സ് നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഈ ഡയമെൻഷൻസിൽ ലൈൻ, ഡയമെൻഷൻ സ്റ്റൈലിൽ നമുക്ക് ലൈൻസിൽ ഡയമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞതിൻ്റെ കുറച്ച് സ്റ്റൈൽ. അതായത് ഡയമെൻഷൻ ലൈൻ നമുക്കൊരു കളർ കൊടുത്തു, ലൈൻ ടൈപ്പ് കൊടുക്കാം, അതുപോലെ തന്നെ ലൈൻ വെയിറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സപ്രസ് ചെയ്യാം, ബേസ് ലൈൻ സ്പേസിങ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ആർട്ടിഫിഷ്യൽ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്റ്റെൻഡ് ബിയോണ്ട് ടിക്സ് എന്നുള്ളൊരു വാല്യൂ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈനിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റൈൽ കൊടുക്കണമെങ്കിലാണ് നമുക്കിവിടെ എക്സ്റ്റൻഷൻ ലൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത സെയിം തന്നെയാണ്. എക്സ്റ്റൻഷൻ ലൈനിന് നമുക്കൊരു കളർ കൊടുക്കാം, അതിനൊരു ലൈൻ ടൈപ്പ് കൊടുക്കാം. അപ്പോൾ അതിന് ലൈൻ ടൈപ്പ് നമ്മൾ കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ലൈൻ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എക്സ്റ്റൻഷൻ ലൈനിന് ഞാനിപ്പോൾ സപ്പോസ് ഒരു യെല്ലോ കളർ കൊടുത്തു, ഞാൻ ജസ്റ്റ് ഇവിടെ ഓക്കെ പറഞ്ഞു ക്ലോസ് ചെയ്തു കണ്ടോ. അപ്പോൾ എക്സ്റ്റൻഷൻ ലൈനിന് നമുക്ക് ഈ പറഞ്ഞൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇത്രയും ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് മാത്രം ഒന്ന് നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, ഇതാ ഇപ്പം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിന് നമുക്ക് യെല്ലോ വന്നിട്ടുണ്ട്, ഇതിനും യെല്ലോ വന്നിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്തു, കളറപ്പോൾ നമ്മൾ തന്നെ കൊടുത്തു. ഇനി സപ്പോസ് ഇതിനെനിക്ക് ഒരു ഹിഡനും ഇതിനെനിക്ക് വേറൊരു ലൈൻ ടൈപ്പും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ രണ്ടിനും നമുക്ക് രണ്ടായിട്ട് കൊടുക്കാം. അത് നമ്മുടെ LTS വാല്യൂ നമ്മളൊന്ന് ചേഞ്ച് ചെയ്താലായിരിക്കും അത് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ 3 എടുക്കുന്നത് 0.3 സംതിങ് വാല്യൂ കൊടുത്ത് നോക്കുക. രണ്ട് ടൈപ്പാണ് കണ്ടോ, ഇവിടുത്തെ ലൈൻ ടൈപ്പ് വരാണ്, ഇവിടുത്തെ ലൈൻ ടൈപ്പ് നമുക്ക് വരാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടും നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മോഡിഫൈ ചെയ്യുക, വീണ്ടും പഴയ പോലെ തന്നെ ജസ്റ്റ് ഒരു ബൈ ലെയർ നമ്മൾ ലെയർ അനുസരിച്ച് ഏത് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് കൊടുത്തേക്കാം. ഇനി വരുന്നത് നമുക്കിതിൽ ലൈൻ വെയിറ്റ്, നമ്മൾ നേരത്തെ ഡയമെൻഷൻ ലൈനിൽ കണ്ടതാണ്, അതുപോലെ തന്നെ നമുക്കിതിന് ലൈൻ വെയിറ്റ് വേണമെങ്കിൽ ലൈൻ വെയിറ്റ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്കിതിനെ സപ്രസ് ചെയ്യാം. ദാറ്റ് മീൻസ് എനിക്കിപ്പോൾ ഈ ഒരു ഡയമെൻഷൻ ലൈനെ വേണ്ടാന്നുണ്ടെങ്കിൽ, എക്സ്റ്റൻഷൻ ലൈനെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റൻഷൻ ലൈൻ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഓക്കെ, സപ്രസ് ചെയ്യാം. ഇതിനും വേണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വേണമെങ്കിൽ ടെമ്പററിലി നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. സോ അപ്പോൾ എക്സ്റ്റൻഷൻ ലൈൻ ഉണ്ടാവില്ല. ഓക്കെ, ഇനി അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതാ മതി, ആ ചെക്ക് ബോക്സ് നമ്മൾ മീൻസ് ക്ലിയർ ചെയ്യുക. അപ്പോൾ എക്സ്റ്റൻഷൻ ലൈൻ 1 ക്ലിയർ ചെയ്തു, 2 ക്ലിയർ ചെയ്തു, ഓക്കെ പറഞ്ഞു, വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു 1-2 ഓപ്ഷൻ കൂടി ഉണ്ട് നമ്മുടെ ലൈൻസിൽ. ഇപ്പോൾ ലൈൻസിൽ പറഞ്ഞ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻ. അതായത് എക്സ്റ്റൻഷൻ ലൈനിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻ. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഈ ഒരു ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ലൈൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഈ ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ ലൈൻ കുറച്ച് അങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡയമെൻഷൻ ലൈൻ എന്നുള്ളത്. അത് എത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 1.25 ആണ്. അപ്പോൾ സപ്പോസ് ഞാനത് 0 കൊടുത്തു വെച്ചോളൂ. അപ്പോൾ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടേക്ക് ഒന്ന് നോക്കിക്കോളൂ, ഈ ഒരു ഏരിയയിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. തന്നെ ഇത് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ കണ്ടത് കറക്റ്റ് ഇതിലേക്ക് ഇവിടെ വരെ ഉണ്ടായിരിക്കുള്ളൂ. അതായത് നമ്മൾ ഡയമെൻഷൻ ലൈൻ എവിടെയാണോ അവിടെ വരെ ആയിരിക്കും എക്സ്റ്റൻഷൻ ലൈൻ ഉണ്ടായിരിക്കുക. ഡയമെൻഷൻ ലൈൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഈ കൊടുത്ത വാല്യൂ എത്രയാണോ വേണ്ടത്. അപ്പോൾ എനിക്ക് 2 ആണെങ്കിൽ 2 കൊടുക്കാം, ഓക്കെ പറയാം, ക്ലോസ് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി പറയുന്ന അടുത്തൊരു ഓപ്ഷനാണ് ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ. ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 0.625. അതായത് ഇതാണ് നമ്മുടെ ആക്ച്വലി ഒറിജിൻ കേട്ടോ, ഈ ഒരു റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ടച്ച് ചെയ്തിട്ടില്ല എക്സ്റ്റൻഷൻ ലൈൻ. നോക്കി കേട്ടോ, ഈ ഒരു ഏരിയയിൽ നോക്കി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ, ഈ ഒരു പോയിന്റിൽ ഇത് ടച്ച് ചെയ്തിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ 0.625 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ടച്ച് ചെയ്ത് വരത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പ് കൂട്ടണമെങ്കിൽ ഇവിടെ 0.625 എന്നുള്ളത് ഞാനിപ്പോൾ ഒരു 1.5 കൊടുത്തെന്ന് വെച്ചോളൂ. സോ ഓക്കെ,
ദെൻ ക്ലോസ്. കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കൂടി. അതെല്ലാം കറക്റ്റ് ഇതിൽ ടച്ച് ചെയ്ത് തന്നെ എനിക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്താൽ മതി, ഇവിടെ 0 കൊടുക്കാം, ദെൻ ഓക്കെ പറയാം, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൽ ടച്ച് ചെയ്ത് വരും. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻ സ്റ്റൈലിൽ ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്, ഫിക്സഡ് ലെങ്ത് എക്സ്റ്റൻഷൻ ലൈൻ. അതായത് എക്സ്റ്റൻഷൻ ലൈനിന് നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ലെങ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫിക്സഡ് ലെങ്ത് കൊടുത്തു, എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് ലെങ്ത് കൊടുത്തു. അപ്പോൾ ലെങ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് എക്സ്റ്റൻഷൻ ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദി ഡയമെൻഷൻ ലൈൻ ഓക്കെ ടുവേർഡ് ദി ഡയമെൻഷൻ ഒറിജിൻ. ഓൾറെഡി അവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ ഞാനിപ്പോൾ 1 കൊടുത്തിരിക്കുന്നത്. ഓക്കെ പറഞ്ഞു, ക്ലോസ് ചെയ്തു. കണ്ടോ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഈ എക്സ്റ്റൻഷൻ തുടങ്ങിയിട്ട് ഇവിടെ താഴേക്കുള്ളത് ഇത് 1 ആണ്. ഞാൻ 1 കൊടുത്തുകൊണ്ട് 1 ഫിക്സ്ഡ് ആയി. കണ്ടോ, എല്ലാത്തിൻ്റെയും മാറിയിട്ടുണ്ട്, 1 ആയിട്ടുണ്ട്. അതേസമയം ഞാൻ ജസ്റ്റ് ഇത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോഡിഫൈയിൽ പോയിട്ട് ഇത് ജസ്റ്റ് നമ്മൾ ഇത് വേണ്ട, ഇത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഒറിജിനിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. ഇനി അത് തന്നെ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് 1 എന്നുള്ളതിന് പകരം വേണമെങ്കിൽ 2 ആക്കി നോക്കാം. സോ 2 or 3 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എന്തായിരിക്കും, അതിൻ്റെ ലെങ്ത്ത് 3 ആയിരിക്കും. കണ്ടോ, അതായത് ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഒരു ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ നിന്നും ഇവിടെ വരെയുള്ള ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമുക്ക് എന്തായാലും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ എന്തായാലും ലൈൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ടാബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡയമെൻഷൻസിൻ്റെ സ്റ്റൈലിൻ്റെ എക്സസൈസുകളും കാര്യങ്ങളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഓരോ ഓപ്ഷൻസ് 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തായാലും വളരെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഡയമെൻഷൻ സ്റ്റൈലിൽ വരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു സെക്ഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.